തട്ടി വീഴല്ലേ, ഹബിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് മെമ്പർ ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കണ്ടിട്ട് മെമ്പർ വീണ് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. കേരള സ്റ്റൈൽ സാരിയൊക്കെ കൊടുത്ത് ചെളി വീണ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൗൺസിലർ, ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ അവർക്ക് കടിഞ്ഞാനിടാൻ ഒരാൾക്കും ആവില്ല. ഒരു ഉരുക്കു വനിത കൊടുകൈ, ഒന്നും പറയാനില്ല. ബൈക്കുകാരാണ് കൂടുതലും പറയുന്നത്. അപ്പൊ ഈ മഴ പെയ്ത് ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടുമ്പോ കുഴിയുടെ ആഴറിയാൻ പറ്റില്ല. കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ വീട്ടിൽ തന്നെ കഞ്ഞിയും കറിയൊക്കെ കൂട്ടിച്ചു വീട്ടിലൊരു അടുക്കളയിൽ കൂടേണ്ട ആളല്ല. വയറ്റിലക്കാരെ എറണാകുളം പ്രദേശവാസികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് ഈ വാർത്ത ചെയ്യുന്നത്. ഇത് കേരളത്തിലുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. അതുപോലെ കോട്ടയത്തെ റോഡും ഈ എറണാകുളത്തെ റോഡും കൂടെ തുലനം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ റോഡ് തന്നെയാണ് നല്ലത്, പാലായിലെ റോഡ് തന്നെയാണ് നല്ലത്. മെമ്പർക്ക് രാത്രി 9 മണി 10 മണി കഴിയുമ്പോൾ ഇതിലൂടെ തന്നെയൊക്കെ നടന്ന് പോകണ്ടല്ലോ മെമ്പർ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ മെമ്പർ? വൈറ്റില മൊബിലിറ്റി ഹബിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെമ്പറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും കൈവൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഷൈക്കാനായിട്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല. എന്താണ് ഇതെന്ത് ഹബ്ബ്? ഇതെന്താ കുളോ? ഇതെന്ത് സംഭവം? മീനിനെ വളർത്തുന്നുണ്ട്. മെമ്പർ പറയണം, മെമ്പർ സമാനം പറയണം. മൊബിലിറ്റി ഹബിൽ നിങ്ങൾ മീനിനെ വളർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന്റെ ഒരു കുറവും കൂടി വേണ്ടല്ലോ. അതിന്റെ കുറവുണ്ട്. അപ്പൊ മീനിനെ വളർത്താം. അപ്പൊ ഇവിടെ ബസ്സിൽ വരുന്ന ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീനൊക്കെ മേടിച്ചിട്ട് പോകാം കേട്ടോ ചേട്ടാ. ഇവിടെ ഒരുപാട് മീനിനെ വളർത്തുന്ന സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീനൊക്കെ ഇവിടെ മീനിനെ വളർത്തുന്നുണ്ട്. മീനിനെ കിട്ടണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ വളർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ശ്രദ്ധിക്കുക. മൊബിലിറ്റി ഹബില് ബസ് കയറാൻ വേണ്ടി വരുന്ന എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ മീനിനെ ലഭിക്കുന്നതാണ്. മീനിനെ അവിടെ വളർത്തുന്നുണ്ട്. സ്ഥലം മെമ്പർ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ മീൻ വേണമെന്നുണ്ടെങ്കിൽ ആ കടകളിൽ മുഴുവൻ ചെളിക്കൊണ്ട് മുഴുവൻ. ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞ് കുറച്ച് വെയിലും നിൽക്കുന്നതുകൊണ്ടാണ്. കുറെ നാളുകളായിട്ട് ഇത് കാണും. വേനൽക്കാലത്ത് പോലും ഞാൻ കോട്ടയത്താണ്. ഞാൻ മെട്രോയിൽ കയറി പോകാറുള്ളതാണല്ലേ. ഇപ്പം ശരി ഇത് കണ്ടുവരുന്നത്. അപ്പൊ മക്കളെ എങ്ങനെയുണ്ട്? കുറച്ച് മീനിനെ കിട്ടി കഴിഞ്ഞാൽ വലിയ പൈസ കൊടുക്കണ്ടേ ഇവിടെ? ആണോ? വളർത്തു മത്സ്യമാണ് ഇവിടെ, വളർത്തുന്ന മീനാണ്. കുഴപ്പമുണ്ടോ? ഇതാ കുഴപ്പമില്ല. എവിടെയാ സ്ഥലം? എവിടെയാ? എന്താണ് മെമ്പർ ഇത്? ഇത് ഹബിലോട്ട് പോകുമ്പോ വലിയ വലിയ കുളവും കിണറൊക്കെ ഉണ്ടല്ലോ. എന്താ സംഭവം? എന്താ? അല്ല, ഇവിടെ കൽവർട്ട് പണിയുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു കൽവർട്ടിന്റെ ആവശ്യമില്ല. കാരണം ഒരു കൽവർട്ട് അവിടെ ഉണ്ട്. അവിടെ ഒരു കൽവർട്ട് ഉണ്ട്, ഇവിടെ ഒരു കൽവർട്ട് തന്നെ. ആവശ്യമുള്ളടത്ത് കൽവർട്ട് വന്നിട്ടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം KSRTC ഇത് പറഞ്ഞാണ് ഒരു വെള്ളം മൊത്തം ഇങ്ങോട്ട് കയറും. അതായത് കായലിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഇങ്ങോട്ട് കയറും. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണല്ലോ. ഏറ്റവും വരൂല, ഏറ്റവും ഏറ്റത്തിനും ഇറക്കത്തിനും പോകുമ്പോ ഈ ഏറ്റത്തിന് കയറുന്ന വെള്ളം ഈ കാറ് മൊത്തം നിറയും. ഇത്രയും വലിയൊരു കൽവർട്ട് ഇവിടെ പണിത് കൊടുക്കും. ഭയങ്കര പൈപ്പല്ല. അതിന് മാത്രം വെള്ളം ഇവിടെ. ഇത്രയും വലിയ കൽവർട്ടിന്റെ ആവശ്യം ഇവിടെ എന്താണ്? എന്തിനാണ് ഈ പൈസ മൊത്തം കൊണ്ടുവന്ന് ഇവിടെ കളയണേന്ന് എനിക്കറിയില്ല. മെമ്പർ പറയുന്ന അപകടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ വെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവസ്ഥ എല്ലാ കാര്യം നിറയും. ചെറിയ ചെറിയ കൽവർട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും വലിയ കൽവർട്ടിന്റെ ആവശ്യം. ഈ ഡിവിഷനില് ഒരു വെള്ളപ്പൊക്കം ഇല്ലാത്തൊരു ഏരിയ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പായിരുന്നു, മണ്ണിട്ട് മൂടി, അങ്ങനെ പൊക്കി ഹബ്ബ് വന്നു, മെട്രോ സ്റ്റേഷൻ വന്നു, വാട്ടർ മെട്രോ വന്നു. അപ്പൊ അതിന് പ്രകാരം ഉണ്ടാകുന്ന ഒരു ചെറിയ വെള്ളക്കെട്ട് അത്രേ ഇവിടെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതിന് കോടികൾ, എത്രയോ ലക്ഷങ്ങൾ മുടക്കിണ്ടാവല്ലേ ഇപ്പൊ ഇത്. ആ മിക്സർ മെഷീൻ കിടക്കണ്ട, അവിടെ ഒരു കൽവർട്ട് ഉണ്ട്, പിന്നെ ഈ കൽവർട്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ മെമ്പർ പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ആ കായലിന്റെ വെള്ളത്തിന്റെ ഏകദേശം ലെവലിലാണ് കിടക്കുന്നത്. കാണിച്ചുകൊടുത്തേ ചേട്ടാ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ കായലിന് വെള്ളം ഇപ്പോഴത്തെ ലെവലിലാണെങ്കിൽ കൂടെ നേരെ ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും കായലിന്റെ ലെവലിലാണല്ലോ പൈപ്പ്. വേലിയേറ്റവും വേലിയർക്കും കൃത്യമായി അല്ലെങ്കിൽ ഇവരെ പൊക്കി കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പൊ വെള്ളം ഇവിടെ നിന്നുള്ളത് പോവാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള പൊക്കം ഇവിടെ ഇല്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ചുറ്റുപാടാണ്. അപ്പൊ ഓരോ കണക്ഷൻ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്താൽ പോരെ, ഒന്നിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു വെള്ളം കയറുമ്പോ ഉണ്ടാവുന്ന ആ വേലിയേറ്റത്തിൽ വരുന്ന വെള്ളം ഇവരെവിടെ താങ്ങും? എവിടെ? നമുക്ക് അടുത്ത കഥയിലോട്ട് സംഭവം ഇവിടെ ഇതൊന്നും അല്ല അവസ്ഥ. മെമ്പറിനെ എല്ലാവർക്കും അറിയാലോ, ബസ്സുകാർ എല്ലാം കൈവക്കി കാണിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും മെട്രോന്റെ കല്ലിടുമ്പോ തുടങ്ങി ഞാനിവിടെ ഉണ്ടല്ലേ. ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും എല്ലാരും കൈവക്കി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ ചങ്ക് പിള്ളേരാ. ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു പറയാമോ? ഇന്നലെ വേറെ ഒന്നുമില്ല. ഞാൻ ആ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു കൊച്ചു ഇതേപോലെ നല്ല വെൽ ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ജോലിക്ക് പോകണതാണോ അതോ ഇന്റർവ്യൂവിന് പോകണതാണോ എന്തോ കഴിഞ്ഞു വരുന്നതാണോ ഒന്നും അറിയില്ല. വണ്ടി സ്പീഡിൽ പോയതാ. ബസ്സുകാരെ പറഞ്ഞിട്ടില്ല, അവരുടെ ടൈം നോക്കണ്ടേ. ഈ കൊച്ചിന്റെ മേത്തോട്ട് ഫുള്ള് വെള്ളമായി, ചെളിവെള്ളമാണ്.
അപ്പൊ എന്നെ കാണുമ്പോ എല്ലാവരും വണ്ടി ഒതുക്കി കൊണ്ടുണ്ട് അറിയണ ആരുന്നുണ്ട്. ഓട്ടോറിക്ഷ പഠിക്കാണോ ഇവിടെ? എന്താ ഈ കേൾക്കുന്ന എന്താണ് ഇത്? എന്താണ് നിങ്ങൾക്ക് ഇതിലൂടെ ഒരാൾക്ക് നടന്നു പോകാൻ മെമ്പർ പറഞ്ഞോ? അല്ല, അത് ഭയങ്കര പ്രശ്നം. കാര്യം ബൈക്കുകാരാണ് കൂടുതലും അറിയുന്നത് ഇവിടെ. അപ്പൊ ഈ മഴ പെയ്ത് ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടുമ്പോ കുഴിയുടെ ആഴം അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ബൈക്കിന്റെ എഡ്ജ് അറിയാല്ല, കുഴിയുടെ സൈഡ് വണ്ടി കാണാൻ ഒരു വീഴാറുണ്ട്. ഞങ്ങൾ തന്നെ വെൽക്രോ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്നത് കൈയൊക്കെ പൊട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ലാപ്ടോപ്പ് ഒരു പയ്യനെ ലാപ്ടോപ്പ് അവിടെ മറിഞ്ഞു വീണ് അത് പോയി 34,000 രൂപ ലാപ്ടോപ്പ് എന്നാ പയ്യൻ പറഞ്ഞു. അത് ബാഗും ആ പുള്ളിയും കൂടി മറിഞ്ഞ വെള്ളത്തിലേക്ക് വീഴുമായിരുന്നു. അല്ല, മെമ്പറെ അറിയാത്തവർ വലിയ ആരും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞ ഒരു 2 വർഷത്തിന് മുകളിൽ ഇതിങ്ങനെ കിടക്കുന്നത്. വണ്ടി ആകെ നാശമായി പോവാണ്. കേരള ജനത ആകമാനം ഉറ്റുനോക്കുന്ന മെമ്പറായി മാറിയിരിക്കുകയാണ്, കൗൺസിലറായി മാറിയിരിക്കുകയാണ് സുനിത ഡിക്സൺ. ഒരു 12 മണിക്ക് ഇരുന്നിട്ട് രാത്രി 9 വന്ന് പോയപ്പോഴേക്കും ലാസ്റ്റ് ചായ മേടിച്ചെന്ന ആൾക്കാരാണ് ഇവരെല്ലാം കൂടിയാണ് ചായ മേടിച്ചു. നിങ്ങളാണ് ചായ മേടിച്ചു. മാറി മാറി ഓരോരുത്തർ. ഇവരെല്ലാം മെമ്പർക്ക് കാവലായിട്ട് രാത്രി ഉണ്ടായിരുന്നു, കൂട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്ത്രീ മേയറായാൽ അല്ലെങ്കിൽ കൗൺസിലറായാൽ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു MLA ആയാൽ ഉടനെ പറയും ആ സ്ത്രീയെ മുൻനിർത്തി ഭർത്താവാണ് ഭരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരാണ് അല്ലെ അയൽപക്കക്കാരാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് മലയാള നാട്ടിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ നാട്ടിലെ വൈറ്റ്ലിയിലെ കൗൺസിലറായിട്ടുള്ള സുനിത ഡിക്സൺ എന്ന് പറയുന്ന സ്ത്രീ തെളിയിച്ചിരിക്കുന്നത്. ഒരു ഉരുക്കു വനിത എന്ന് തന്നെ നമുക്ക് മേഡത്തിന് വിളിക്കാം. ഈ ഉരുക്കു വനിത ഞാൻ പറഞ്ഞതിൽ തിരുത്തുണ്ടോ? ഇല്ല, തീർച്ചയായും. അപ്പൊ ഈ നാട്ടിലെ ഒരു പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണ്. അല്ല, അല്ലെങ്കിൽ ചേച്ചി കാര്യമില്ല. എന്ന് അത്ര മണിക്കൂർ ആ ചെളിയിൽ കുത്തിയിരുന്ന് ചെയ്തു തരേണ്ട കാര്യമില്ല. മെമ്പറിന്റെ ആ ഇരിപ്പ് എന്തായാലും ഗുണകരമായി ഭവിച്ചു. ഓക്കെ, ഇവിടെയാണ് ഇരുന്നത് അല്ലെ? മെമ്പർ ഇരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താണ്. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മുടെ നാടിന് വേണ്ടി ഒരു കൗൺസിലർ ആയിട്ടുള്ള ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് നമ്മുടെ കൗൺസിലർ. താങ്ക് യു. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ സ്ത്രീകൾ നമ്മുടെ നാടിന് സേവിക്കാൻ പറ്റുന്നുള്ളതിന് തെളിവാണ് നമ്മുടെ കൗൺസിലർ. ഇതിപ്പോഴും ഈ കുഴി പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. മഴ പെയ്തല്ലോ. ഈ വെള്ളക്കെട്ട് പറഞ്ഞാൽ ഇതിനകത്തുള്ള കുഴി എത്രമാത്രം കാഠിന്യമുള്ളതാണെന്നുള്ളത് ഈ ബസ്സുകാർക്കോ വണ്ടിക്കാർക്കോ ആർക്കും അറിയില്ല. കൗൺസിലർ രാത്രി ഉറക്കമിളച്ച് ഇവിടെ കാവലിരുന്ന് ഇത് നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ വാർഡിന്റെ കൗൺസിലറോട് ഇരുന്നോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമായി. മഴയത്ത് അവർ ഒന്ന് അതിദ്രുതഗതിയിലുള്ള ഒരു വർക്കായിരുന്നു നടത്തുന്നത് അല്ലേ? വളരെ പെട്ടെന്ന് നടത്തിയ വർക്കാണ്. അപ്പൊ അത് അതിന്റെ പോരായ്മയുണ്ട്. മെമ്പർ ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറി അമേരിക്കയിൽ ഒന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും മെമ്പർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് വീണ്ടും ഇപ്പൊ ഈ വെള്ളം കൂടി വാഹനങ്ങൾ ഇതിലൂടെ പോയി കുഴി വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തോളുക, മെമ്പർ ഇവിടെ ഉണ്ട്. ഒരു സംശയമുള്ള കാര്യം, ഒന്നും പേടിക്കണ്ട. വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബ് എന്ന് പറയുന്ന സംഭവം വരുന്നതിനെ കുറിച്ച് ഓർത്ത് കേരള ജനത ഒന്നടങ്കം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ഈ ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നൊക്കെ വരുന്ന സകലമാന വണ്ടികളും ഈ ഹബ്ബിൽ കൂടെ കയറിയാണ് പോകുന്നത്. ഹബ്ബിനോട് ചേർന്ന് വാട്ടർ മെട്രോ ഉണ്ട്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന മെട്രോ സ്റ്റേഷന്റെ അടിയിലാണ്. അപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വാട്ടർ മെട്രോ തൊട്ട് ബാക്കിലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥലമാണ്. കേരള ജനതയുടെ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം എല്ലാ ജില്ലക്കാരും വന്നു പോകുന്ന സ്ഥലമാണ് ഈ മൊബിലിറ്റി ഹബ്ബ്. നല്ല തണ്ടലുള്ള സ്ത്രീയാണ്. കാര്യങ്ങൾക്ക് തീർച്ച തീരുമാനം രാജ്യ രാമാനം മന്ത്രി ഇവിടെ വന്ന് കുത്തിയിരുന്നു. കാര്യങ്ങൾക്ക് നടപടിയായി. ഒരു വെയിൽ വന്ന് അപ്പൊ പൊടി അങ്ങോട്ട് പോകുകയാണ്. എന്താണ് അങ്ങനെ? പണി തീർക്കാത്തതിന്റെയാണ് മെയിൻ ആയിട്ട്. ഒരു കൊല്ലത്തോളം ഇവിടേക്ക് ഫണ്ട് കൊടുത്തിട്ട് ഇവരുടെ അനാസ്ഥയാണ്. ഫണ്ട് പാസ്സായിട്ട് 1 വർഷമായി. പിന്നെ 1 വർഷം ഇവർക്ക് ഫണ്ട് കൊടുത്തിട്ട്. പിന്നെ ഈ മഴക്കാലം നോക്കി ഒരു പണിയുന്നത് കേരളത്തിലൊരു ശാപതല്ലേ. നമ്മളോട് 3 മാസം പറഞ്ഞ സംഭവമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ല. മഴയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്കൊരു ഗുണം? ഒരു കൽവർട്ട് ചെയ്യുന്നത് മഴയത്താണോ? ആ വെള്ളത്തിലല്ലേ അവര് ചെയ്യുന്നത്. ഞാനും കൂടി വന്ന് കൽവർട്ട് അവിടെ പറഞ്ഞ കൽവർട്ടാണ് ഇവർ ഇവിടെ കൊണ്ട് ചെയ്യുന്നത്. അത് അനധികൃതല്ലേ? ആ പരിസരത്തുള്ള വൈറ്റ്ലി ജംഗ്ഷനിലെ വെള്ളം മൊത്തമാണത് ആ കൽവർട്ടി കൂടെ. കായലിലെ വെള്ളം ഞാൻ പ്രഷർക്ക് കാണിച്ചു. കായലിലെ വെള്ളത്തിന്റെ ലെവലിൽ ഒരുപാട് താഴെയാണ് ഈ പൈപ്പ് ഇട്ടേക്കുന്നത്. അത് വലിയ ആന പൈപ്പാണ്. കായലിലെ വെള്ളം മുഴുവൻ ഹബ്ബിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെ പ്രതികരിക്കും? ഇതാണ് പ്രതികരണം. ഇത്രയെങ്കിലും പ്രതികരിച്ചില്ല. മെമ്പറുടെ പ്രതികരണം ഇതൊന്നും അല്ല. ഇതിന് കട്ടിയുള്ള സാധനം ഇരിപ്പുണ്ട്. അപ്പൊ അറയിലും നല്ല അടിപൊളി സംഭവങ്ങൾ വേണ്ടി ഞാനൊക്കെ ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന കുട്ടിയാ. ഓക്കെ, മെമ്പർ ജനിച്ചു വളർന്ന എവിടെയാ? ചാലക്കുടി. കല്യാണം കഴിച്ചു വന്ന 27 വർഷമായി. കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ വീട്ടിൽ തന്നെ കഞ്ഞിയും കറിയൊക്കെ കൂട്ടിച്ചു വീട്ടിലുള്ള അടുക്കള കൂടേണ്ട ആളല്ല. ഭയങ്കര ജെയിംസ് പറഞ്ഞ പോലെ തന്നെ പുള്ളിക്ക് ഞാൻ പൊതുമരാമത്ത് ചെയർമാനായിട്ട് എന്റെ മുറി പോലും ഇതുവരെ കണ്ടിട്ടില്ല കോർപ്പറേഷൻ. അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഭർത്താവല്ല ഭരിക്കുന്നത്? ഭർത്താവും ഇല്ല, മക്കളും ഇല്ല. അപ്പൊ പൊതുമരാമത്ത് ചെയർപേഴ്സൺ ആയിട്ട് അവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ ഇരുന്ന ആളാണ്. ഭർത്താവും മക്കളും ഒന്നും ഇതുവരെ ഓഫീസ് കാണാൻ പോലും വന്നിട്ടില്ല. മെമ്പർ തന്നെ ഇപ്പൊ ഭരിക്കുന്നത്. പിന്നെ എന്നല്ലേ തെരഞ്ഞെടുത്താണ്, എന്നല്ലേ അവർക്ക് കാണണ്ടേ? ശരിയല്ലേ? തീർച്ചയായിട്ടും മെമ്പറെയാണ് ജനം വിശ്വസിച്ച് തെരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. എല്ലാവരും കൈവക്ക് കാണിക്കുന്നു. ചാലക്കുടിയിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്ന മെമ്പർ എല്ലാ ജില്ലകളിൽ നിന്നും വണ്ടിയിൽ വരുന്ന എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാം കൈവക്ക് കാണിക്കുന്നു. അവരുടെ ആസ്ഥാന കേന്ദ്രമല്ലേ? ഞാനല്ല അവിടെ 24 മണിക്കൂറും വെയിലുകൊണ്ട് നടക്കണം. പക്ഷെ ഭയങ്കര മോശമായി. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചായയും കഞ്ഞിയും കറിയും കഴിച്ച് വീട്ടിലെങ്ങനെ ഇരിക്കേണ്ട ആളാണല്ലോ മെമ്പർ. ഭയങ്കര മോശം. എന്റെ അച്ഛന്റെ അമ്മ ഭയങ്കര
ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മക്കൾ പറയണം അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങില്ല, കാരണം അവരിന്ന് വരെ അത് പറഞ്ഞിട്ടില്ല. നാട്ടുകാരെ സേവിക്കുന്ന അമ്മയെ തന്നെയാണ് മക്കൾക്ക് വേണ്ടത്. ഈ മെമ്പർ ഈ രാത്രി ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. നിങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് പരിപൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ എന്താണ് മെമ്പർ ഇവിടെ രാത്രി വന്ന് കാവലിരുന്ന സംഭവം തരുന്നത്? മെമ്പർ നമുക്ക് വേണ്ടിയാ. ഇത് ഒരാഴ്ചത്തെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഇവിടെ നിരാഹാരം കിടക്കുന്ന ഞാൻ പറഞ്ഞു. തലകുത്തി വീണ് കഴിഞ്ഞാൽ എണീറ്റ് അടുത്ത കുളിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളണം. ഇതിലും നല്ലതാ ഗ്രാമപ്രദേശം. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടൊന്നറിയില്ല, എന്തിനാ അത്ര വലിയ കൽവട്ട അവിടെ? ഇപ്പൊ അതിനുള്ള വെള്ളക്കെട്ടൊന്നും അവിടെ കാണില്ല. അവിടെ വെള്ളക്കെട്ടൊന്നുമില്ല. ഇതുപോലെ അതുപോലെ ഇപ്പൊ ചെയ്ത പോലെ പൊക്കി നല്ല അടിവരം കോൺക്രീറ്റ് ചെയ്ത് കട്ട പിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ പുഴ ഈ അരികെ കിടക്കണോണ്ടാണ് ഇവിടെ വെള്ളക്കെട്ടില്ലാത്തത്. ഇത് ഓരി വെള്ളം വരുമ്പോ ഒക്കെ മൊത്തം കയറി പുഴയുടെ താഴ്ന്നാണ് കാന കിടക്കണത്. എന്റെ ചോദ്യം എന്തിനാ കൽവട്ട്? കായലിന്റെ ലെവലിൽ വെള്ളത്തിന്റെ ലെവലും താഴെയാണ് പൈപ്പ് ഇട്ടത്. അത് വലിയ ഭീമാകാരമായ പൈപ്പുകളാണ് ഇട്ടേക്കുന്നത്. ആ പൈപ്പിൽ കൂടി ആ വെള്ളം എല്ലാം കൂടെ പ്രവേശിച്ച് നേരെ ഈ വാട്ടർ മെട്രോയും ഈ മെട്രോ സ്റ്റേഷനും വൈറ്റില ഈ ഹബ്ബൊക്കെ ഇരിക്കുന്നതിനകത്തേക്ക് വെള്ളം കയറി വരുന്ന രീതിയിലുള്ള പൈപ്പ് ഇട്ടേക്കുന്നു എന്നുള്ളതാണ് മെമ്പർ പറയുന്നത്. അത് കൃത്യമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പറയുന്നതിൽ വസ്തുതയുമുണ്ട്. വൈറ്റിലക്കാരെ എറണാകുളം പ്രദേശവാസികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് ഈ വാർത്ത ചെയ്യുന്നത്. ഇത് കേരളത്തിലുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. ഈ ഹബ്ബ് ഇരിക്കുന്ന ഏരിയയിൽ മാത്രമുള്ള ഒരു മെമ്പറാണ്. പക്ഷേ മെമ്പർ ഈ ചെയ്തിരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ നാടിന് ഒന്നാകെയാണെന്നുള്ളത് നമുക്ക് നിസ്തർക്കം പറയാം. നിങ്ങൾ ഈ പാലായിൽ നിന്ന് വന്നവരല്ലേ, അവിടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ വെള്ളക്കെട്ടും ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? കൊള്ളില്ല, ഭയങ്കര വെള്ളക്കെട്ടാണ്, ഒതുങ്ങി പോന്നു. ഓ, വെള്ളക്കെട്ടിപ്പെടാതെ ഒതുങ്ങി പോന്നു ആണോ? ഈ ഉടുപ്പിലൊക്കെ പാലായിൽ ഇവിടെ ഒന്ന് മൊത്തം ചെളിയിൽ കുളിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ കോട്ടയത്തെ റോഡും ഈ എറണാകുളത്തെ റോഡും കൂടെ ഒന്ന് തുലനം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ റോഡ് തന്നെയാണ് നല്ലത്. പാലായിലെ റോഡ് തന്നെയാണ് നല്ലത്. പാലായിലെ റോഡാണ് നല്ലത്. ഒരു സംശയമില്ല. അപ്പൊ ഞങ്ങൾ ഈ എറണാകുളത്ത് താമസിക്കുന്നത് ഞങ്ങളുടെ മണ്ടന്മാര് എന്തായാലും ഞങ്ങളുടെ റോഡിനെ അങ്ങനെ മോശം പറയല്ലേ? അങ്ങോട്ട് വന്നു നോക്ക് ഒരു സിംഗ സൂപ്പർ റോഡാണോ? നിങ്ങൾ ആർക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. അല്ല, പാലായിലെ മെമ്പർ എന്താ മെമ്പർ ചെയ്ത് പാലായിലെ റോഡാ നല്ലതെന്ന് പറയും. ഞാൻ ഡ്രൈവ് ചെയ്ത് പോണതല്ലേ, എനിക്കറിയാം. തലയോലപ്പറമ്പ് പാല ആ ഏരിയ ഒക്കെ റോഡ് കാലും ബ്രേക്ക് നമുക്ക് ചവിട്ടണ്ട, അങ്ങോട്ട് വിട്ടു പോവാം. അറിയാത്ത ആളൊന്നല്ല, അത് വേറെ വശം. അപ്പൊ ഇവര് ചെയ്യണ്ടേ? കൊച്ചി മെട്രോ ഈ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗങ്ങളുടെ എങ്കിലും റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് കളക്ഷൻ എടുക്കുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലേ? ഇപ്പോൾ ഇവർക്ക് റോളില്ലേ? ഇവർക്കാണ് ശരിക്കും റോള് വേണ്ടത്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. ഹബ്ബ് അതോറിറ്റിയുടെ അണ്ടറിലുള്ള കടകളിലും കൂടുതൽ റെന്റിന് കൊടുത്തേക്കുന്നത് ഇവരാ. ഞങ്ങൾക്കൊരു സ്ഥലം തന്നു, അത് ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്നും പറഞ്ഞ് അവർ നടക്കരുത്. മെട്രോ ഒരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ മെട്രോയുടെ പണി നടക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റുവട്ടം അവരാണ് സാറിന് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാത്തത്? മെയിൻറ്റെയിൻ ചെയ്യുന്നതിനല്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെതായ ഒരു സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ശരിക്കും പറഞ്ഞ പില്ലറും പരസ്യം വെച്ച് ഇവരെന്തോരം വരുമാനം ഉണ്ടാക്കണേ? തൊട്ട് പറ്റയുള്ള പ്രദേശങ്ങൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മെയിൻറ്റെയിൻ ചെയ്യണില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടെന്ന് എൻ്റെ ചോദ്യം. ചെയ്യണം, ചെയ്യിപ്പിക്കണം. അത് ഞാനൊരു ചെറിയൊരു കൗൺസിലറോ അല്ലെങ്കിൽ തെളിയിച്ച മെമ്പർ തന്നെ അല്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ അറിയിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രാധാന്യം തരണം. നമുക്ക് ആ പ്രാധാന്യം തരുന്നില്ലല്ലോ. അല്ല, അവരുടെ പ്രാധാന്യം ഒന്നും മെമ്പർക്ക് ആവശ്യമില്ല. ജനം മെമ്പർക്ക് പ്രാധാന്യം തന്നുകൊണ്ടാണ് മെമ്പറെ തെരഞ്ഞെടുത്തേക്കണേ. അത് തീർച്ചയായിട്ടും ജനം തന്നു. പക്ഷെ ഇവരൊരു പ്രാധാന്യം നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. പ്രതിഷേധിക്കുക, കാര്യം തരാൻ വേണ്ടി പറയാം. നമ്മുടെ അവകാശമാണ്, നിങ്ങൾ തരാൻ പറയാം. അതാണ് എന്റെ. അല്ലാണ്ട് നമ്മൾ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാചിക്കാൻ പിച്ചക്കാരൊന്നുമല്ല. ജനങ്ങളുടെ മുന്നിൽ ഞാനടക്കം അവരനുഭവിക്കുന്നത് നമ്മൾ യജമാനന്മാര് ജനങ്ങളാണ്. തീർച്ചയായും അതാണ്. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ഈ മെട്രോ സ്റ്റേഷന്റെ അടിയിലാണ് ഇത് മൊത്തം. ഇവിടുത്തെ റോഡുകൾ മൊത്തം കേടാവണത് മെട്രോ പില്ലറിന്റെ അടുത്തുള്ള ഈ പൈപ്പിൽ നിന്ന് വെള്ളം വീണിട്ടാ. മെട്രോ പില്ലറിൽ നിന്ന് കണക്ഷൻ താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് വെള്ളം. അത് എല്ലാം റോഡിലോട്ടാ. ആരവകാശം കൊടുത്തു ഇവർക്ക്? മെട്രോ സ്റ്റേഷന്റെ വെള്ളം ഏത് രീതിയിലെങ്കിലും കാനയിലേക്ക് വിടേണ്ട ഉത്തരവാദിത്തം ഇവർക്കില്ലേ? സാങ്കേതിക വിദ്യയാണ് ഇവരുടെ NHAയിൽ നോക്ക്, മെട്രോ പോയിക്കണ ഏത് ഏരിയയിലും നിങ്ങൾ ചെന്ന് നോക്ക്, നേരെ കുത്തനെ വെള്ളം വീണ്. ആ വെള്ളം വീണാണ് അത് അത്രയും വൃത്തിക്കുഴിയാവും. അപ്പൊ ഇവര് ചെയ്യണ്ടേ റോഡ്? മെട്രോ നല്ല രീതിയിൽ ഓടണം. കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമാണ്. കല്ലിടുമ്പോൾ തുടങ്ങി ഞാനും കൗൺസിലറായിട്ട് അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്കതിലൊക്കെ അഭിമാനമുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ മെട്രോ മാത്രം സുഖമായിട്ട് പോയാൽ പോരാ. അപ്പോൾ സുനിത ഡിക്സൺ എന്ന ഒരു സ്ത്രീ രത്നം തന്നെ പറയണം. അങ്ങ് ചാലക്കുടിയിൽ ജനിച്ചു വളർന്ന ഈ സ്ത്രീ, അവർ പഠിച്ചതെല്ലാം അവിടെയാണ്. അവരവസാനം കൊച്ചിയിലെത്തി ഇവിടെ വൈറ്റിലയിലേക്ക് വിവാഹം കഴിച്ചിവിടെ വന്നതാണ്. അവിചാരിതമായിട്ട് ഇവിടെ ഈ വൈറ്റില ഈ മൊബിലിറ്റി ഹബ്ബൊക്കെ ഇരിക്കുന്ന ഈ ഏരിയയുടെ ഈ വാർഡിൻ്റെ മെമ്പറായി മാറുകയാണ്. 2010 മെമ്പറായി മാറുകയാണ്. സ്ത്രീകളെല്ലാവരും അടുക്കളയിൽ ഒതുങ്ങണം, അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അവരുടെ കുഞ്ഞുങ്ങളെ കപ്പിയൊക്കെ കൂരി അങ്ങനെ അതൊക്കെ വേണം. അതൊക്കെ ഈ അമ്മയായിട്ടുള്ള ഈ സ്ത്രീ ചെയ്തതുമാണ്. ശേഷം അവർ നാട്ടുകാർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവസാനം
ഈ ഹബിന്റെയും ഈ വൈറ്റില പ്രദേശത്തിന്റെയും മെമ്പറായി മാറുകയാണ്. മെമ്പറായി മാറിയതിനു ശേഷം ഒരുപാട് പ്രവൃത്തികൾ ഈ നാടിനു വേണ്ടി അവർ ചെയ്തു. ന്യൂസ് 19 ഈ സ്ത്രീരത്നത്തെ തേടിയെത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന സ്ത്രീ. സ്ത്രീകൾക്ക് ഏത് റേഞ്ച് വരെ വേണമെങ്കിലും അവരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ വേണമെങ്കിലും അവർക്ക് പ്രവർത്തിക്കാം. ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ അവർക്ക് കടിഞ്ഞാനിടാൻ ഒരാൾക്കും ആവില്ല. അവർക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരാൾക്കും ആവില്ല. വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ഭർത്താവിനോ മക്കൾക്കോ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തടസ്സം വിടാൻ വേണ്ടി സാധിക്കും. നാട്ടുകാരെന്ന് വിചാരിച്ച് അവർക്ക് തടസ്സം വിടാൻ സാധിക്കില്ല. ഞാൻ അവരോട് ചോദിച്ചു, രാത്രി 12 മണിക്ക് വൈറ്റില പ്രദേശത്തോട് നടന്നു പോയാൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലോ? ഇങ്ങനെ പച്ചയ്ക്ക് പ്രതികരിക്കുന്ന ആളുകൾക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ചുമ്മാ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ വരുന്നൊരു പോന്നോട്ടെ, എൻ്റെ വീട് തൊട്ടടുത്ത എന്ന് പറയുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതാണ്. തുനിഞ്ഞിറങ്ങിയാൽ ഒരു സ്ത്രീ അവർക്കെല്ലാ സപ്പോർട്ടും ആ പ്രദേശവാസികളും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. നടു റോഡിൽ നല്ല സാരി എടുത്തുകൊണ്ട് കുത്തിയിരുന്നു. ചെളിയുന്നവർക്ക് പ്രശ്നമല്ല, അവർ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനിത ഡിക്സൺ. ഇതെന്താ സംഭവം? ഒരു കാന ഫുട്പാത്ത് രണ്ടും കൂടിയാണ്. രണ്ടും കൂടിയാണ്. കാനയും ഫുട്പാത്തും കൂടെ. അപ്പൊ ഇതിലൂടെ നടന്നു പോവാം. ഡ്രൈനേജ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ മെമ്പർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുഴുവൻ സമയവും ഈ മെമ്പറുടെ വാർഡ് പ്രദേശത്ത് തന്നെ ഇങ്ങനെ ചെലവഴിക്കുമ്പോഴേ വീട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പൊതുകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെ നടക്കും? ഇന്നലെ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച ചെല്ലാൻ പറ്റില്ലെങ്കിൽ വിളിച്ചു പറയും, പുറത്തുനിന്ന് ഫുഡ് മേടിക്കും. അത് ശരി. അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ മക്കള് മക്കളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. അവര് ശീലായി. നമ്മൾ ഇത്രയും പ്രതിഷേധിച്ചിട്ടും ഒരു 10-20 പേരെ വെച്ചവർക്കൊന്നും ഈ പണി മഴയ്ക്ക് മുന്നേ തീർത്തോടെ. ഇന്ന് വെയിലുള്ളതല്ലേ? അതൊരു പോയിന്റാണ്. ഇന്ന് വെയിലുള്ള അങ്ങനെ വല്ലപ്പോഴും വരുന്നൊരു വെയിലാണ് ഇപ്പോൾ. അപ്പൊ ഏത് നിമിഷവും ഈ വെയിലങ്ങ് മാറി മഴ പെയ്യാം. പിന്നെ മഴ പെയ്യാം. എന്റെ ചോദ്യം ഇതുള്ളന്നേ, ഈ കോൺട്രാക്ടർമാർക്ക് ഒരു 20 പേരെ വച്ച അടിയന്തരാവസ്ഥ പോലെ അങ്ങോട്ട് ചെയ്ത് തീർത്തൂടെ? ഇതൊരു അടിയന്തരമായിട്ട് ചെയ്യേണ്ട പണിയാണല്ലോ. അതെ പറഞ്ഞേ. ഇനിയിപ്പോ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവരിടുന്ന ഈ കോൺക്രീറ്റ് ഒക്കെ ഇതിലൂടെ ഒഴുകി പോയിരിക്കും. പിന്നെ അതൊക്കെ പോകും. അപ്പൊ വൈറ്റില ഹബിനുള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ല പറയാം, നമ്മൾ ഈ നടക്കുന്ന സ്ഥലമേ ഇതിപ്പോ എന്താണ്, ഇത് കട്ടയിട്ടിട്ട് ഭയങ്കര വീതി. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു മരത്തിന്റെ ചുറ്റിനും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, നല്ല മനോഹരമായിട്ടുണ്ട്. വലിയൊരു വീതിയുള്ള ഏരിയ ഇവിടെ നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇവരുടെ കൂടെ വരുമ്പോ എടുത്ത എസ്റ്റിമേറ്റ് അല്ല ഇത്. അതിൽ ഇത്രയും വീതിയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഈ ബസ്സുകാർ കണ്ട 2 ബസ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബസ്സുകൾക്ക് പോകാൻ വഴിയില്ല. ബസ്സുകൾ ഏതിലേ പോകും? എന്തിനത്? ഫുട്ബോൾ കളിക്കാന്. ആ ബസ്സുകാർക്ക് ഇനി എവിടെയാ അവിടെ സ്ഥലം? അപ്പൊ അവരെല്ലാവരെയും മാറ്റിയിട്ടാണ് ഇതേണ്ട ഇവിടെ കൊണ്ടുവന്നിട്ടേനെ. ഇനി ആ ഹബ്ബണാ കാണുന്നത്. ഇതേണ്ട വണ്ടി പോണുണ്ടോ? 2 വണ്ടി തയ്ച്ചു പോകാൻ പറ്റുമോ? ഇനിയില് ഇതെന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ വീതി കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ വീതി ഇട്ടേക്കുന്നത്? കട്ട ഫാക്ടറി ഉള്ള ആരെങ്കിലും കോൺട്രാക്ടർ അല്ലേ? കൈയടിക്കുന്നുണ്ട്. അല്ല എന്തോ പറയുന്നുണ്ട്. ഒന്ന് ഓൾറെഡി ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഇത്ര വീതി എന്തിനാണ് അവിടെ? ഒരു മീഡിയത്തിന് ഒരു മീഡിയം മിനിമം ഉള്ള മീഡിയം മതി. ഉള്ളൂ. സുനിത ചേച്ചി അടിപൊളിയാ. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാ. അല്ല ഇവിടെ വിജയിക്കുന്നത് കൊണ്ടല്ലേ. നമ്മുടെ അഭിപ്രായങ്ങളൊന്നും ഇവർ എടുക്കൂല. ആ വീതി ഇത്രയും കുറഞ്ഞില്ലേ? നമ്മുടെ 2 വണ്ടി അങ്ങോട്ട് അകത്തോട്ടും പുറത്തോട്ടും വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെ വീതി? ഇനി അവിടെ KSRTC കൂടി വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ എവിടെ പോകും? അവർക്ക് വേണ്ടി 3.5 ഏക്കർ ഇപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട്. തട്ടിവീഴല്ലേ, ഹബിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് മെമ്പർ ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മെമ്പർ വീണ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. കേരള സ്റ്റൈൽ സാരിയൊക്കെ കൊടുത്ത് ചെളി വീണ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിട്ട്. അത് മനെ കുഴിയുണ്ട്, നോക്കിപ്പോ. ക്യാമറമാൻ ശ്രദ്ധിച്ചോ. ഇതെന്താ മെമ്പർ ചെയ്ത്? ഇത്രയോ പ്രാവശ്യം നമ്മൾ ഇതിൽ മുന്നേ പറഞ്ഞേക്കുന്നതാണ്. നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന ആളുകള് ഒരു ബസിന്റെ ടയർ ഇതിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഷർട്ട് മേടിച്ചിടണം. ഇതൊക്കെ ഭയങ്കര കുഴിയാണല്ലോ മെമ്പർ ചെയ്ത്. പിന്നെ വളർത്താലോ നമുക്ക് വേണമെങ്കിൽ. ഭയങ്കര സ്വിമ്മിംഗ് പൂൾ പോലെ കിടക്കാണല്ലോ. പൂളാണ് ഹബിനകത്ത് മൊത്തം. ഒന്ന് അഴിച്ചു പെടുന്നത് റീസെറ്റ് ചെയ്തപ്പോ. അതെ, പുതിയ ടൈലിന്റെ ആവശ്യമില്ല. പുതിയ ടൈലിന്റെ ഈ പൊട്ടിയ ടൈലുകൾ വളരെ കുറവാണ്. അവരൊക്കെ ഈ ലിവർ ഓടിയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് പരാതിയെന്നറിയാം ബസ്സുകാരെ. അവർക്കൊന്ന് കുഴിയില്ലാണ്ട് പോയാൽ മതിയല്ലോ. 2010 ഇത് ഉദ്ഘാടനം ചെയ്തപ്പോഴേക്കണതാ ഇതല്ലേ. അപ്പൊ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, എന്ത് ചെയ്യാൻ? ഡോക്ടർ ബീന ഇരിക്കുമ്പോ ചെയ്തേക്കണതാണ്. മൊത്തം ലീക്കാണ്. പിന്നെ ഒട്ടുമിക്കതും ലീക്കാ. മൊത്തം ലീക്കാണ്. മഴയത്ത് വന്നറിയാം, ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. വെള്ളത്തിൽ കൂടെ എത്ര ഗർഭിണികൾ വീണേക്കണേ, എത്ര പ്രായമായവർ വീണേക്കണേ ഇതിന്റെ ഉള്ളില്. ആണല്ലേ? മഴ പെയ്യുന്ന ഒരു രക്ഷയില്ല ഇവിടെ. ഇതിനുള്ളിൽ വരെ നനയുന്ന മെമ്പർ പറയുന്നു. ശരിയാണോ? മൊത്തം വെള്ളക്കെട്ടാ. വളരെ മോശം, വളരെ മോശം, രക്ഷയില്ല. മഴ നടക്കാനോട് പറ്റില്ല. ഈ വെള്ളക്കെട്ടിനകത്തോട്ട് പോകുമ്പോ ഡ്രൈവ് ചെയ്യുന്നേരാ ചാടുമ്പോ എങ്ങനെ കുഴിയുടെ ആഴമൊക്കെ വല്ല അറിയോ? പതിയെ ഇറങ്ങി പോവോ, അല്ലാതെ വേറെ മാർഗമില്ലല്ലേ? വേറെ മാർഗമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പൈസ കൊടുക്കുന്നില്ലേ? ആരോടാ പറയുന്നത്? നമുക്ക് കയ്യൂക്കുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ളൊരു തോന്നിയാൽ കാര്യക്കാരൻ കേരളത്തിൽ എത്രയോ വർഷമായി അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു സംശയമില്ല. അപ്പൊ യുപിയിലും ബീഹാറിലൊന്നും പോകണ്ട, കയ്യൊക്കെയുള്ള കാര്യക്കാരനെ കാണാൻ. നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. മെമ്പർക്ക് രാത്രി 9 മണി 10 മണി കഴിയുമ്പോൾ ഇതിലൂടെ തന്നെയൊക്കെ നടന്ന് പോകണ്ടല്ലോ മെമ്പർ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഞാൻ 15 കൊല്ലായി പറയുന്നു. ആരും പേടിയില്ല. ഒരു മരണമേ ഉള്ളൂ. അത് എങ്ങനെ എത്താലും കുഴപ്പമില്ല. ആരേത് വഴിയെ പോകുന്നവരെ കെട്ടിപ്പിടിക്കുന്നത്? എന്താ സംഭവം? ആരേത്? നാണോ? ആരാണെങ്കിലും ആരെയും കെട്ടിപ്പിടിക്കണ കൗൺസിലർ. അപ്പൊ മെമ്പറെ, നമ്മള്
ഹബിന്റെ മറ്റേ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ, ഇതാണ് പ്രധാന entrance. ഇതാണ് കുഴി, ഇതുണ്ട്. ആ കുഴിയാണല്ലോ. പക്ഷെ ഇതിപ്പോ കുറച്ച് വെയിലായതുകൊണ്ട് വെള്ളം കുറച്ച് വലിഞ്ഞു പോയിട്ടുണ്ട്. അതെ അതെ. അല്ല, ഇങ്ങനെ താഴത്തോട്ട് വലിയുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവർ ഇത്രയും വലിയ കൽവർട്ട് പണിയുന്നത്. ഇതെന്താണ് ഇവിടെ ഈ വാതിക്ക് തന്നെ ഒരു തടസ്സം? അതാണ് ഈ 10 മാസം കൊണ്ട് അവർ ഉണ്ടാക്കിയിട്ടേക്കണത്. ഇതെന്താണ് മെമ്പറെ സംഭവം? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ ഇവിടെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ മുഴുവൻ ബ്ലോക്ക് ആവും. എങ്ങനെ ക്ലീൻ ചെയ്യും? നമുക്ക് ആ സ്ലാബ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാലോ. വിലയുള്ള സ്ലാബ് അടിച്ചു വറക്കാൻ പറഞ്ഞു. പറയുന്നൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇല്ല ഇല്ല, എനിക്ക് അതാണ് സങ്കടം. മെമ്പറിന് പറയാൻ പറ്റില്ല, നാട്ടുകാർ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ സ്ഥലം മെമ്പറാണെന്ന് പറയാൻ പാടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഞാൻ അറിയാതെ മാറ്റങ്ങൾ വരുത്തണേ. പക്ഷെ ഒരു പരിധിവരെ ഇതിന്റെ തുടക്ക സമയം കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ മുന്നോട്ട് പോയിരുന്നു. ഹബ്ബ് ആദ്യ സമയങ്ങളിലൊക്കെ വരുന്ന പ്രേക്ഷകരാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യം ഈ ഹബ്ബ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ലുക്കുള്ള ഒരു സ്ഥലമായിരുന്നു. അല്ല, നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ഭംഗിയുള്ള ഒരു ഹബ്ബ്. ഹബ്ബിലേക്ക് ഒരു ബസ് കയറുന്നൊക്കെ ആദ്യ സമയത്ത് ഭയങ്കര ആവശ്യം, വലിയ വാർത്തയായിരുന്നു ആ സമയത്തൊക്കെ. എന്താണ് ഇത് കാണുന്നത്? അതിഭീകരമായിട്ടുള്ള കുഴികൾ. ഇത് വെയിൽ കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് നേരെ കയറി ആക്രമിച്ച് കളയൊന്നുമില്ല. മഴ പോയി കഴിഞ്ഞാൽ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ, ഒരു അരമണിക്കൂറിനുള്ളിൽ വെള്ളം മൊത്തം ഇറങ്ങി പോകും. അതാണ് പ്രത്യേകത. പക്ഷെ എന്തുകൊണ്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊച്ചു മുഴുവൻ വെള്ളത്തിനടിയിലാവുന്നത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ. രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യുന്നേയില്ല. നാട്ടുകാരുടെ വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഒരു ഉരുക്കു വനിത കൊടുകൈ, ഒന്നും പറയാനില്ല. അതിമനോഹരമാണ് കൊച്ചി മെട്രോ റെയിൽ അല്ലേ? KMRL-ന്റെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളും വലിയ LED സ്ക്രീനും. അങ്ങനെ ഈ സൈഡിൽ ഷോപ്പുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, ഈ സൈഡിൽ ചായക്കടകളും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ വലിയ വൈഡായിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഈ ഇറങ്ങി വരികയും കയറി പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് കാണാം വളരെ അതിമനോഹരമാണ്. ഇതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് പ്രശ്നം. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെ വെള്ളം മുഴുവൻ യാതൊരു കൺട്രോളും ഇല്ലാതെ കുത്തിയൊഴുകി ചുറ്റുവട്ട പ്രദേശം ആകെ വലിയ കുഴികൾ നിറയുകയാണ്. മെട്രോ പോലും സംവിധാനം നാടിന് എന്തായാലും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനോട് ബന്ധപ്പെട്ട് ഈ സൈഡിലുള്ള സ്ഥലങ്ങൾ, ഈ രണ്ട് സൈഡിലുള്ള ഇതിലൂടെല്ലാം വാഹനങ്ങൾ പോകുന്നു, ജനങ്ങൾ ഓടി നടക്കുന്ന സ്ഥലമാണിത്. ഈ വെള്ളം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.